ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കൊച്ചനുജൻ എന്ന കവിത. ചേതന പോലവെ കാത്തതല്ലേ ചേച്ചി ചേലണി പാവകളെ, ചേറാണ്ടൊരെൻ്റെ കൈ തൊട്ടുപോയാൽ ഒട്ടുഛേദം വരുമെന്നു ചൊന്നതല്ലേ. എന്തിനെ പിന്നെ നീ എൻ്റെ മുമ്പിൽ ഇമ്മനോഹാരിത വെച്ചു തന്നു? തേരോടി കാട്ടിനായേറെ ചുകന്ന പൂവാരിക്കൊടുക്കുന്ന വള്ളി പോലെ. എന്തിനെ ചേച്ചി തൻ പുസ്തകങ്ങൾ എന്നലമാരിയിൽ കൊണ്ടുവച്ചു? നിത്യം പെറുന്ന മയിൽപ്പീലി കണ്ണുകൾ പൊത്തി മറച്ചിട്ടു മാറ്റിടാതെ, നൂലിൽ നീ കോർത്തൊരു നാളിൽ മാത്രം ചേലിൽ ഞാനിട്ട പളുങ്കുമാല ഊരിത്തരേണ്ട പെൺകുട്ടികൾക്കാണത്രേ സാരിയും മാലയും ചേർച്ചയുള്ളൂ. നീ എന്താണിങ്ങനെ മൂകയാവാൻ? നിൻമിഴി എന്തേ കലങ്ങി നിൽക്കാൻ? ഇങ്ങനെ യാകിലേ നല്ലുവെന്നിന്നും കലമ്പിയോ നിന്നോടമ്മ? ഇന്നലെ തെക്കേ പുറം വളപ്പിൽ കുന്നിക്കുരുവും പെറുക്കി നിൽക്കേ എന്നുള്ളിലിപ്പോഴൊരീഷൽ എന്തോ താനാണമ്മ വിളിച്ചതു നിന്നെ മാത്രം. ഉമ്മറത്തിണ്ണയിൽ വന്നിരുന്നോ നമ്മളറിയാത്തോരേറെ ആൾക്കാർ? കന്മതിലിന്മേൽ കളം നിറഞ്ഞൊരു നാളമ്പലപ്രാവുകളെന്ന പോലെ നിന്നെ വിളിച്ചു വരുത്തിയമ്മ. പിന്നാലെ വേണ്ടാതെ ഞാനുമെത്തി. എന്നേർക്കതിലൊരാൾ പുഞ്ചിരി കൊണ്ടപ്പോൾ ഒന്നിടിക്കാനെൻ മനസ്സിൽ വന്നു. ആളൊഴിഞ്ഞന്തി വിളക്കു വെച്ചു ബാലപാഠം ഞാനൊരു വിടുമ്പോൾ, ആരുമകായിലെന്തേ വടക്കിനി മൂലയിലെത്രയും നാട്ടുകൂട്ടം? തേങ്ങിയതാരേ ചിരിച്ചതാരേ തേടി ഞാനങ്ങോട്ടു വന്ന നേരം? ഞാനറിയാതുള്ള ഭാഷ മുരളുന്ന തേനീച്ച കൂടാണതെന്നു തോന്നി. നീ എന്നരികിലിരുന്നു രാവിൽ, നീ മന്ദമന്ദം പുറം തലോടി, നീണ്ട നെടുവീർപ്പു കൊണ്ടുറക്കിയിട്ടു ഞാൻ കണ്ടു കനത്ത കിനാവനേകം. പോവുകയാണു നീ വേറെയെങ്ങോ, പൊന്നനുജാതനെ കൂട്ടിടാതെ? പാവയും പീലിയും ചേച്ചിയെ കാണാതെ പാവം കരയുകിലെന്തു ചെയ്യും? ഞാനിനി താനേ കുളിച്ചു കൊള്ളാം, ഞാനിനി താനേ കിടന്നുറങ്ങാം. ആവില്ലാതൊന്നുമെന്നായവയെ കൊണ്ടു പോവുകയാവും കുറച്ചു ഭേദം.
നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനി എങ്ങനെ നീ പറിക്കും? നീ നട്ടു ചെന്തളിർ മുറ്റി നിൽക്കും തൂമുല്ലയുണ്ടിളം മൊട്ടിടുന്നു ആഴത്തിലത്രയും താണിറങ്ങിപ്പോയ വേരിനെ എങ്ങനെ നീ പറിക്കും? വേരിനെ എങ്ങനെ നീ പറിക്കും? വേരിനെ എങ്ങനെ നീ പറിക്കും?